നമസ്കാരം. യുഎയിലെ സാമൂഹ്യ പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരിയുടെ പല കുറിപ്പുകളും പലരെയും വേദനിപ്പിക്കുന്നതാണ്. കാരണം അത്രമാത്രം ഉള്ളുലയ്ക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ പല കുറിപ്പുകളും. ആഗ്രഹങ്ങളുമായി പ്രവാസ ലോകത്തെത്തി പാതി വഴിയിൽ വീണുപോയവർ, ചതിക്കപ്പെട്ടവർ, അങ്ങനെ നിരവധി പേരുടെ അനുഭവങ്ങൾ. അത്തരത്തിൽ നിരവധി അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു കുറിപ്പാണ് ഇപ്പോൾ നിരവധി പേരുടെ ഉള്ളുലയ്ക്കുന്നത്. നാട്ടിലേക്കുള്ള യാത്രയിൽ താൻ സഞ്ചരിക്കുന്ന വിമാനത്തിൽ സ്വന്തം ഭർത്താവിൻ്റെ മൃതദേഹമുണ്ടെന്നറിയാതെ യാത്ര ചെയ്ത ഭാര്യയുടെ അനുഭവമാണ് അദ്ദേഹം പങ്കുവച്ചത്. അപ്രതീക്ഷിതമായി അസുഖം വന്ന് കിടപ്പിലാകുകയും മരണപ്പെടുകയും ചെയ്ത പ്രവാസിയെക്കുറിച്ചാണ് ആ കുറിപ്പ്. അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇങ്ങനെ: ഇക്കഴിഞ്ഞ ദിവസം കയറ്റി അയച്ച 3 മൃതദേഹങ്ങളിൽ ഒന്നിൻ്റെ അവസ്ഥ വളരെ സങ്കടപ്പെടുത്തുന്നതാണ്. ഇദ്ദേഹം ഇവിടെ ഒരു അറബിയുടെ കൂടെ ജോലി ചെയ്തു വരികയായിരുന്നു. പെട്ടെന്നാണ് അദ്ദേഹം അസുഖം വന്ന് കിടപ്പിലായത്. എന്നാൽ മനുഷ്യത്വമുള്ള മനസ്സിൽ നന്മയും കരുണയുമുള്ള ആ അറബി അദ്ദേഹത്തെ കൈവിട്ടില്ല. ആ അറബി അദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ ചികിത്സകളും ചെയ്തു കൊടുത്തു. മാത്രമല്ല, നാട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനെയും ഇവിടെ കൊണ്ടുവന്നു. അദ്ദേഹത്തോടൊപ്പം കുറച്ച് ദിവസം ഭാര്യയും മകനും ചിലവഴിച്ചു. എന്നിട്ട് ഭാര്യയും മകനും നാട്ടിലേക്ക് തിരിച്ചു പോകാനൊരുങ്ങി. അതിനിടയിലാണ് അദ്ദേഹം പെട്ടെന്ന് മരണപ്പെടുന്നത്. എന്നാൽ ഇക്കാര്യം ആ അറബി അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഈ സന്ദർഭത്തിൽ ഇത് താങ്ങാനുള്ള മനഃശക്തി ഉണ്ടാവില്ലെന്ന് കരുതി ഭർത്താവിൻ്റെ മരണവാർത്ത ഭാര്യയെ അറിയിച്ചില്ല. എന്നാൽ മകനെ അറിയിച്ചിരുന്നു. അവർ നാട്ടിലേക്ക് പോകുന്ന വിമാനത്തിൽ ആ ഉമ്മയും മകനും സീറ്റിലിരുന്ന് പോകുമ്പോൾ അവരുടെ സീറ്റിനടിയിലെ കാർഗോ അറയിൽ സ്വന്തം ഭർത്താവിൻ്റെ മൃതദേഹവും തങ്ങളോടൊപ്പം നാട്ടിലേക്ക് കൂടെ വരുന്നുണ്ടെന്ന് ആ പാവ ഉമ്മ അറിയുന്നുണ്ടായിരുന്നില്ല. നാട്ടിലെത്തിയ ശേഷമാണ് അവർ അറിയുന്നത്. എന്തൊരു വിധിയാണിതെല്ലാം അല്ലേ? ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് മനസ്സിൽ കരുണയുള്ള ആ സ്നേഹമുള്ള അറബിയെക്കുറിച്ചാണ്. മനുഷ്യത്വം പറ്റിയിട്ടില്ലാത്ത നല്ലവരായ മനുഷ്യസ്നേഹികളായ അറബികളാണ് ഇവിടെ ഉള്ളത്. ഇവിടെയാണ് മനുഷ്യബന്ധത്തിൻ്റെ മൂല്യം നമ്മൾ തിരിച്ചറിയുന്നത്. അവിടെ പടച്ച തമ്പുരാൻ്റെ തിരുനോട്ടം ഉണ്ടാവുകയുള്ളൂ. നാഥൻ തുണയ്ക്കട്ടെ എന്ന് പറഞ്ഞാണ് അദ്ദേഹം തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.